ഹലോ ഗൈസ്, ടിപ്പിക്കൽ ട്രാവൽ ഡയറിയുടെ പുതിയ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ അശ്വിൻ. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് മിറാക്കിൾ ഗാർഡനിലാണ്. നല്ല വെയിലുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഒരു റെസ്റ്റോറൻ്റ് അടുത്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് ചെറുതായിട്ട് ചായ കുടിക്കുകയാണ്. എല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ പാട്രിക്കിൻ്റെ വീട്ടിൽ ഈ ക്യാമറ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ട്, അവനെ വിളിക്കാം. അങ്ങനെ പാട്രിക്കിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഈ ക്യാമറ വാങ്ങി നേരെ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. ഇനി നാളെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. അങ്ങനെ തിരിച്ച് റൂമിലെത്തി. ഞങ്ങൾ നാളെ ഫോട്ടോ എടുക്കേണ്ടതുകൊണ്ട് ഞാൻ കുറച്ച് ശ്രീകുട്ടീൻ്റെ കയ്യിലേക്ക് മറ്റേ മൈലാഞ്ചി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ മൈലാഞ്ചി ഇടുന്നത്. ലുലു പോയി കുറച്ച് മൈലാഞ്ചി വാങ്ങി, പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊരു ഡിസൈൻ നോക്കി അങ്ങനെ തോന്നിയ പോലെ ഒരു ഡിസൈനിൽ മൈലാഞ്ചി ഇടുകയാണ്. വിചാരിച്ചത്ര കുളമായിട്ടില്ലെങ്കിലും കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഷീനിന്ന് പിന്നെ കുറച്ച് ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടിയിട്ട്. പക്ഷേ എൻ്റെ ഡ്രസ്സ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ശ്രീകുട്ടീൻ്റെ ഡ്രസ്സ് വന്നു. അപ്പോൾ അതും ഇട്ടിട്ടാണ് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോകുന്നത്. രാവിലെ തന്നെ ഫെസ്റ്റിവായി വന്നു. അപ്പോൾ മൂപ്പരുടെ കാറിൽ കയറി ഞങ്ങളെല്ലാവരും കൂടി പോവുകയാണ്. ഇനി മിറാക്കിൾ ഗാർഡനിലാണ് നമ്മളുടെ ലക്ഷ്യം. യുദ്ധവും ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് മിറാക്കിൾ ഗാർഡനിൽ ഫ്രീ ആയിട്ട് എൻ്റർ ചെയ്യാം. അപ്പോൾ ഈദായതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ ചെന്ന് നോക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ രാവിലെ ഏകദേശം 8:30 8:30ക്കാണ് ഇവിടുന്ന് ഇപ്പോൾ പോകുന്നത്. ഏകദേശം 9:10 മണിയാകുമ്പോഴത്തേക്കും അവിടെ എത്താമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ദുബായ് എത്തി. കുറച്ച് ദൂരത്ത് നിന്ന് ഞങ്ങളൊരു ക്യൂ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 2-3 കിലോമീറ്റർ മുന്നേ തന്നെ ഈ ക്യൂ കാണുന്നുണ്ട്. ഇത് കണ്ടപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി ഇന്ന് എന്തായാലും ഇവിടത്തേക്ക് കയറാൻ പറ്റില്ല. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഏകദേശം ഒരു 3 കിലോമീറ്ററൊക്കെ ക്യൂ എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാവുമല്ലോ. ജാതി തിരക്കായിരുന്നു. അങ്ങനെ കുറേ നേരം നോക്കി. പിന്നെ ഞങ്ങളും അധിക നേരം അവിടെ നിന്നില്ല. അങ്ങനെ ഞങ്ങൾ ദുബായിലെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് നേരമായി തിരിഞ്ഞു കളിക്കുന്നു. ആക്ച്വലി ലൊക്കേഷൻ കുറച്ച് കൺഫ്യൂസിങ് ആണ്. അങ്ങനെ ഞങ്ങൾ എവിടെയോ എത്തി. ഇപ്പോൾ വണ്ടി ഇതാ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി. ഇല്ല, നല്ല രസമുണ്ട്. ആക്ച്വലി ഗൈസ്, ഞങ്ങൾ മിറാക്കിൾ ഗാർഡനിലേക്ക് ചെന്ന് നോക്കി. അവിടെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചുറ്റി ദുബായ് മാളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ എങ്കിൽ ദുബായ് മാളിൽ നോക്കുമ്പോഴത്തേക്കും ഇന്ന് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഞങ്ങൾ എവിടെയോ എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റ് കയറി വന്നതാണ് നേരെ ബുർജ് ഖലീഫിൻ്റെ താഴെ. ആക്ച്വലി ഇവിടെ ഫോട്ടോ എടുക്കാൻ ക്യൂ ഉണ്ട്. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ ക്യൂവിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. ബുർജ് ഖലീഫിൻ്റെ ഫ്രെയിമിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കുകയാണ്. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളെല്ലാവരും ഫോട്ടോ എടുത്തു. 1 by 1 ആയിട്ട് ഓരോരുത്തർ നിന്ന് ഫോട്ടോ എടുത്തു. അധികം സമയമൊന്നുമില്ല, കാരണം ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് താഴേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങളൊരു സ്ലൈഡർ കണ്ടത്. ഒരു സാഹസിക യാത്രക്കുള്ള പുറപ്പാടാണ്. തുള്ളിച്ചാടിയാണ് പോകുന്നത്. അങ്ങനെ സ്ലൈഡറിനൊക്കെ കുറേ നേരം കളിച്ച് ബുർജ് ഖലീഫിൻ്റെ നേരെ താഴെയുള്ള ഒരു ഗ്രൗണ്ടിലേക്ക് ഞങ്ങൾ എത്തി. അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു ഞങ്ങളെപ്പോലെ ഈദ് ആഘോഷിക്കാനൊക്കെ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നു. കറക്റ്റ് തിരിച്ചു വന്ന സമയത്താണ് അവിടെ ഫൗണ്ടൻ സ്റ്റാർട്ടായത്. അപ്പോൾ ഞങ്ങൾ ദൂരത്തു നിന്ന് തന്നെ ആ ഫൗണ്ടൻ്റെ കാഴ്ചകൾ കണ്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറച്ച് നേരം അതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് അല്ലൈനിലേക്ക് തന്നെ വന്നു. അപ്പോൾ എടുത്ത കുറച്ച് ഫോട്ടോസാണ് ഇതൊക്കെ. മെറ്റേണിറ്റി ഷൂട്ട് എന്നുള്ള രീതിയിൽ ഞങ്ങൾ തന്നെ ഞങ്ങളുടേതായ രീതിയിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഞങ്ങൾ ഇവിടെ അല്ലൈനിലെ ഒരു ഫാമിൽ വന്നിരിക്കുകയാണ്. ആ ഫാം കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് അവരുടെ ഫാം. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മുടെ ചീരയും പിന്നെ പലതരത്തിലുള്ള ഓരോ ഇലവർഗ്ഗങ്ങളും ഇവിടെ ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ മിറാക്കിൾ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട് പോയ ഞങ്ങൾ അവസാനം ഏതൊരു ഫാമിലെത്തിയിട്ടുണ്ട്. അത്യാവശ്യം ഒരുപാട് കൃഷി ഇവിടെ നടത്തുന്നുണ്ട്. അവിടെ അങ്ങോട്ടായിട്ട് ഈ ഈത്തപ്പഴവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഇവിടെ കാണുന്നത് ഇലവർഗ്ഗങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അതായത് ചീര, സ്പിനാച്ച്, പിന്നെ കൊറിയാൻഡർ, അതേപോലുള്ള കുറേ ഇലവർഗ്ഗങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി ഇന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ അല്ലൈൻ ഒയാസിസിലേക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് പോകണം. പിന്നെ കുട്ടിക്ക് പറ്റിയ എന്തെങ്കിലും ഡ്രസ്സോ കാര്യങ്ങളൊക്കെ എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ബസ്സിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്.
അപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ആൾ ചവിട്ടൽ തന്നെയായിരുന്നു. ക്യാമറ എടുക്കുമ്പോൾ അപ്പം സൈലൻ്റായിട്ട് നിൽക്കും. വീട്ടിലാണെങ്കിലും ഇതേ അവസ്ഥയാണ്. നമ്മൾ നോക്കുമ്പോൾ മിണ്ടാതിരിക്കും. അങ്ങനെ ഞങ്ങൾ അല്ലൈൻ ടൗണിലെത്തി. ഞങ്ങളിനിപ്പോൾ അല്ലൈൻ ഒയാസിസിൻ്റെ ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കാണുന്നതാണ് അല്ലൈൻ മാർക്കറ്റ്. ഇതിൻ്റെ ബാക്കിലായിട്ടാണ് അല്ലൈൻ ബസ് സ്റ്റേഷനൊക്കെ ഉള്ളത്. ഈ ഒരു ഏരിയയിലായിട്ട് നമുക്ക് ഒരുപാട് ഷോപ്പുകളാണ്. നാട്ടിലത്തെ വണ്ടി കച്ചവടമൊക്കെ പോലെ ഇവിടെ ഒരുപാട് ആൾക്കാർ ഒമാനിൽ നിന്നൊക്കെ സാധനം കൊണ്ടുവന്നിട്ട് വിൽക്കുന്നത് കാണാം. ഇതിനൊക്കെ ലൈസൻസും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഒരു ടൈം കഴിഞ്ഞാൽ ഇവരൊക്കെ ഇവിടുന്ന് കാണാനുണ്ടാവും. അപ്പോൾ ഏകദേശം ഒരു സമയം വരെയാണ് ഇവരെയൊക്കെ കാണുക. അങ്ങനെ ഞങ്ങൾ അല്ലൈൻ ഒയാസിസിലെത്തി. ഇവിടെ കണ്ടപ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ചയാണ്. ഇവിടെയൊക്കെ കണ്ടില്ലേ, മൊത്തത്തിൽ നമ്മുടെ ഇലക്ട്രിക് കാറുകൾക്ക് വേണ്ടിയിട്ടുള്ള ചാർജിങ് പോർട്ട് ചില കാറുകൾ അവിടെ നിർത്തിയിട്ടുമുണ്ട്. ഇവിടെ രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കുന്നു വിചാരിക്കുന്നത്. ഇവിടെ എൻട്രൻസിൽ തന്നെ നമുക്ക് മെയിനായിട്ട് കാണുന്നത് ഇങ്ങനെയുള്ളൊരു സ്ഥലവും പിന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളാണ്. കുറേ ആൾക്കാർ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒയാസിസിൻ്റെ ഭാഗത്തേക്ക് പോകാൻ പറ്റും. ഡ്രസ്സൊക്കെ വെക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എനിക്കൊന്ന് ഇവിടുന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു ഏരിയയൊക്കെ ആയിരിക്കും. ഞങ്ങൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊരു ബഗ്ഗിയൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇതേ സ്ഥലം തന്നെയാണ്. ഇത് ജസ്റ്റ് ഇപ്പുറത്തെ സൈഡ് അവർ ഒരു കണക്ഷൻ പോലെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ മെയിനായിട്ടുള്ളത് മൊത്തത്തിൽ നമ്മുടെ ഈ ഡേറ്റ്സിൻ്റെ ഒരു തോട്ടാണ്. അപ്പോൾ ചുറ്റുവട്ടത്തും കാണുന്നത് മൊത്തം ഡേറ്റ്സ് ആണ്. ഇതിൻ്റെ ഇടയിലൂടെ ഒരു ചെറിയ ഒയാസിസ് പോലെ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ മേജർ അട്രാക്ഷൻ. ഇത് കാണുമ്പോൾ നമ്മൾ നാട്ടിലെത്തിയ പോലെയുണ്ട്. മൊത്തത്തിലൊരു പച്ചപ്പൊക്കെ ആയിട്ട്. അവിടെ ദൂരത്ത് കാണുന്ന അതാണ് ഈ ഒയാസിസ് എന്ന് പറയുന്ന സാധനം. ഇതിലൂടെയാണ് വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഈ തോട്ടങ്ങളൊക്കെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജിൻ്റെ ഭാഗമാണെന്നാണ് മുൻപ് വന്നപ്പോൾ ഞങ്ങളോട് ഒരാൾ പറഞ്ഞത്. കൂടാതെ ഈ തോട്ടത്തിൽ പലതും നമ്മുടെ ഷെയ്ഖ് ഫാമിലീസിൻ്റെയൊക്കെയാണ് എന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞത്. നല്ല ഉച്ച സമയമായിട്ടും വെയിലും കാര്യങ്ങളൊന്നും ഇതിലൂടെ നടക്കുമ്പോൾ അറിയുന്നില്ല. ഇവിടുന്ന് ഡേറ്റ്സ് പറിക്കാനാവും തോന്നുന്നു അല്ലേ? ആക്ച്വലി ഇതൊരു മെയ്സ് പോലെയാണ്. കാരണം ഒരുപാട് വഴികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് നടക്കാനും ഉണ്ട് ഇതിനുള്ളിലൂടെ. അങ്ങനെ കുറച്ച് നേരം നടന്നതിന് ശേഷം തിരിച്ച് വരുന്നതിന് മുന്നേ ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെയൊക്കെ പൂത്ത് കിടക്കണം. അങ്ങനെ ഒയാസിസിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പ് നോക്കി പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഒരു കുട്ടികൾക്കുള്ള ഷോപ്പ് കയറി ഓരോ സാധനങ്ങളും നോക്കി. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പാമ്പസും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളും മൊത്തത്തിൽ കൺഫ്യൂസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ സഡാമാൻഡിൻ്റെ സോപ്പും പിന്നെ വൈപ്സും കാര്യങ്ങളൊക്കെ മേടിച്ചു. പിന്നെ അതിൻ്റെ മുകളിൽ വന്നു, ഡ്രസ്സ് എടുക്കുന്ന സ്ഥലത്തേക്ക് വന്നു. നല്ല രസമല്ലേ? അവിടുന്ന് ഞങ്ങൾ നേരെ വന്നത് ലുലുവിലേക്കാണ്. ലുലു വന്നു. പിന്നെ ഡ്രസ്സ് എടുക്കുന്നതിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ മൊത്തത്തിൽ കൺഫ്യൂസ് ആയിരുന്നു. കാരണം സൈസിൻ്റെ കാര്യത്തിലാണെങ്കിലും എങ്ങനെയുള്ള ഡ്രസ്സ് എടുക്കണം എന്നുള്ള കാര്യത്തിലാണെങ്കിലും മൊത്തത്തിലൊരു ഡൗട്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഒയാസിസിലേക്ക് ഒന്നുകൂടി വന്ന് നോക്കി. കാരണം രാത്രി കാണാൻ നല്ല ഭംഗിയായിട്ട് ഞാൻ കേട്ടു. രാത്രി ആയപ്പോഴാണ് ചെറിയ ചെറിയ ഫൗണ്ടൻസ് ഒക്കെ ഓപ്പൺ ആയത്. അപ്പോഴേക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. മൊത്തത്തിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെ കൂടുതലായിട്ടും വരുന്നത് അറബിക് ഫാമിലീസും പിന്നെ ഫോറിനേഴ്സുമാണ്. കാരണം ഇതൊരു റെസ്റ്റോറൻറ്റ് ഏരിയയാണ്. അതായത് മൊത്തത്തിൽ പല റെസ്റ്റോറൻറ്റ് ചെയിനുകൾ ഇവിടെയുണ്ട്. ആവശ്യക്കാരധികവും വന്നിട്ട് ഫുഡൊക്കെ കഴിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു നല്ലൊരു വൈബാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇനി ഞങ്ങളൊരു ചായ കുടിക്കാൻ പോവുകയാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്നൊരു ഷോപ്പാണിത്. ഇനി നേരെ റൂമിലേക്ക്. മെറ്റേണിറ്റി ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോ കാണാം. ബായ്.